ഈ വീഡിയോയിലെ ഈ സൗകര്യം കാണിക്കുന്ന മീൻ നമ്മുടെ കൂട്ടുകാർ ഇതേ കളറിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ള രണ്ട് വെറൈറ്റി മീൻ വേറെ ഉണ്ട് കേട്ടോ. പക്ഷേ പെട്ടെന്ന് കാണുമ്പോൾ അറിഞ്ഞൂടാത്ത കൂട്ടുകാർ പറയും ആ മീൻ തന്നെയാണ് ഈ കാണുന്ന മീനെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് ഇതിൻ്റെ വേറൊരു വെറൈറ്റി മീൻ കൊണ്ടിട്ടപ്പോൾ വെളിയിൽ നിന്നൊക്കെ വന്ന പയ്യന്മാർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ സൗകര്യം കാണിച്ച മീനിൻ്റെ പേരാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ആ മീനല്ല, ഇത് വേറെ വെറൈറ്റി മീനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിലും കാര്യങ്ങളും ഈ വീഡിയോ കൂടെ നമ്മുടെ കൂട്ടുകാർ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഈ മീനാണ് ആ സഹോദരിയുടെ കയ്യിലിരുന്നത്. നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയുടെ അകത്ത് ഇതിനെ പറയുന്നതെന്ന് പറഞ്ഞാൽ തളമീൻ എന്നാണ് പറയുന്നത്. വടക്കോട്ടൊക്കെ ഇതിനെ ഓലത്തളയെന്നും ഓലമീനെന്നും പറയാറുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ചിറകുണ്ട് കേട്ടോ. ഇതിൻ്റെ മുതുകു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാർ ക്ലിയറായിട്ട് അറിയാൻ പറ്റും, ഇതിന് ചിറകുണ്ട് കേട്ടോ. അതുപോലെ നമ്മളിനി രണ്ടാമതായി കാണിക്കാൻ പോകുന്ന മീനാണ് ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു മീൻ. ഈ കാണുന്ന മീനാണ് ഇതിനിവിടെ കട്ടക്കൊമ്പൻ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ആ തളമീനും ഈ കാണുന്ന കട്ടക്കൊമ്പൻ മീനും വലിയൊരു വ്യത്യാസമൊന്നും നമ്മുടെ കൂട്ടുകാർക്കൊന്നും അറിയാൻ പറ്റത്തില്ല. ഇതിനെക്കുറിച്ച് അറിയാവുന്ന കൂട്ടുകാർക്ക് മാത്രമേ ഇത് കട്ടക്കൊമ്പനാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ എന്താണ് ഇതിൽ വ്യത്യാസം, ഇതിന് ചിറകില്ല കേട്ടോ. ഇതിന് ചിറകില്ല, പക്ഷേ കൊമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തളമീൻ കുറച്ച് പരന്നാണ് വരുന്നത്, പക്ഷേ ഈ കട്ടക്കൊമ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള മീൻ കുറച്ച് ഉരുണ്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ക്ലിയറായിട്ട് ഇനി അറിയാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് കണ്ടോളുക. ഇതിന് ചിറകില്ലാത്ത വശം ചില ആൾക്കാർ നമ്മുടെ കടപ്പുറത്ത് വന്നിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതും ഓലമീൻ തന്നെയാണ്, ഇതിൻ്റെ ചിറക് മുറിച്ചിട്ടാണ് ഇവിടെ വള്ളക്കാർ കൊണ്ടുവന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ വള്ളക്കാർ അങ്ങനെ ഇതിൻ്റെ ചിറകൊന്നും കട്ട് ചെയ്യത്തില്ല. പക്ഷേ വലിയ സൈസ് കട്ടക്കൊമ്പനാണ് അവർക്ക് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ കൊമ്പ് മുറിച്ചിട്ട് വേണമെങ്കിൽ അതിൻ്റെ 2 പീസാക്കി ഇവരുടെ സ്റ്റോറിലാക്കി കൊണ്ടുവരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്കിന്ന് കേട്ടോ, മീറ്റല്ല സ്കിന്ന് നമ്മുടെ ഈ ഫൈബർ വള്ളങ്ങളൊക്കെ ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കത്തില്ല മാറ്റ്, അതേ കണക്കാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ അറക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും, അതുപോലെ ആ മാറ്റിനെ പോലെ ആ തുന്നിപ്പോകുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ സ്കിന്നിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അതുപോലെ മീറ്റിൻ്റെ കാര്യമല്ല. അതും കൂടെ നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കുക. അതുപോലെ വടക്ക് സൈഡിലൊക്കെ ഇവൻ ഇല്ലാണ്ട് ഒരു കല്യാണമോ ഒരു ഫംഗ്ഷനോ ഒന്നും കാണത്തില്ല. പക്ഷേ ചില ആൾക്കാർ ഈ മീനിൻ്റെ കളറും ഇതിൻ്റെ വലുപ്പവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കഴിക്കാതെയും അതുപോലെ വാങ്ങാതെയും പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇനിയുമാണ് നമ്മുടെ കൂട്ടുകാർക്ക് ഞാൻ വ്യത്യസ്തമായ ഒരു മീനിനെ കാണിച്ചു തരാൻ പോകുന്നത്. കാരണം ഈ 2 മീനും ഏകദേശം സെയിം ആയിരിക്കും, പക്ഷേ നമ്മൾ ഇനിയും കാണാൻ പോകുന്ന മീന് ചെറിയൊരു വ്യത്യാസം കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ കൂട്ടുകാരൊന്ന് കണ്ടു നോക്കണം. നമ്മൾ നേരത്തെ കണ്ട ആ 2 മീനിലുമേ ഒരുപാട് വ്യത്യാസങ്ങളൊന്നും നമുക്ക് തോന്നിക്കത്തില്ല. പക്ഷെ മൂന്നാമതായി കാണുന്ന ഈ മീനിലെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ഇതിനെ നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ പന്നിക്കട്ട എന്നാണ് പറയുന്നത്. കടൽ പന്നി എന്ന് പറഞ്ഞാൽ ഡോൾഫിനെയാണ് കടപ്പുറത്തുകാർ കടൽ പന്നി എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ പന്നിക്കട്ട എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ മീനുകളുടെ വ്യത്യാസമൊക്കെ നമ്മുടെ കൂട്ടുകാർ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇതിൻ്റെ ചുണ്ടൊക്കെ വന്നിട്ട് ചുവപ്പ് കളറാണ്. അതുപോലെ നമ്മൾ നേരത്തെ കണ്ട ആ 2 മീനിൻ്റെ ചുണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കൂർത്താണ് ഇരിക്കുന്നത്, അരം പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ മീനിൻ്റെ ചുണ്ടൊന്നും വളരെ കൂർപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ നേരത്തെ കണ്ട ആ 2 മീനും പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ വണ്ടിയിലെ ട്യൂബൊക്കെ ഒട്ടിക്കാനായിട്ട് തേക്കാനായിട്ട് എടുക്കുന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ, തളക്കൊമ്പെന്നൊക്കെ പറയുന്ന സാധനം. പക്ഷേ ഇതിൻ്റെ കൊമ്പ് അതുപോലെ ഇതിൻ്റെ ചിറകും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ കൂട്ടുകാർ മനസ്സിലാവും. അതുപോലെ ഈ മീനിൻ്റെ കണ്ണും ആ മീനിനേക്കാളും കുറച്ച് വലുതാണ്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ സ്കിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കരയിലൊക്കെ വളർത്തുന്ന ആ ശീമ പന്നികളെ കണക്ക് തന്നെയാണ്. ഇതിനെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അതേ ശരീരം തന്നെയാണ് ഈ മീനിനുള്ളത്. അപ്പോൾ മറ്റു മീനുകളെക്കാളും ഇതിൻ്റെ സ്കിന്നിനും വ്യത്യാസമുണ്ട്, ഇതിൻ്റെ മീറ്റിനും വ്യത്യാസമുണ്ട്. ഇത് ഒരുപാട് നീണ്ടു വളരത്തില്ല, ഇത് ഒരുപാട് കുറുകിയാണ് വളരുന്നത്. അങ്ങനെ പല വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയെങ്കിലും നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തോ മറ്റ് കടപ്പുറങ്ങളിൽ പോയിട്ട് ആ മീനുകളുടെ ഒരു വ്യത്യാസം കാര്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാരൊന്ന് മനസ്സിലാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ 3 വെറൈറ്റി മീനുകളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അറിഞ്ഞൂടാത്ത കൂട്ടുകാർക്ക് എനിക്ക് മാക്സിമം പറഞ്ഞു തരാൻ പറ്റി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ.